ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഉപ്പ് മാങ്ങ ഭരണി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു കുറച്ച് മാങ്ങ ഞാൻ നേരത്തെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അച്ചാറൊന്നും ഇരിപ്പില്ല, എന്നാൽ ഇച്ചിരി ഒരു മാങ്ങ കറി വെക്കാം. പിന്നെ നമുക്ക് നമ്മുടെ ചക്കക്കുരു മാങ്ങ മുരിങ്ങക്കായൊക്കെ ഇട്ടിട്ടൊരു ചാറില്ലേ, അതും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് മാങ്ങ എടുത്തിട്ടുണ്ട്. ആ മാങ്ങ എടുത്ത്, അപ്പോൾ നല്ല പുളിയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ചെയ്തു, അതിൻ്റെ മാങ്ങ കഷ്ണമൊക്കെ ഒന്ന് അരിഞ്ഞ് മാറ്റി അച്ചാറിന് വേണ്ടി മാറ്റി വെച്ചു. ബാക്കി ഇതിൻ്റെ മാങ്ങാണ്ടി ഉണ്ടല്ലോ, അത് നമുക്ക് ഇട്ടാൽ മതിയാകും. ഇനിയിപ്പോൾ മാങ്ങ നല്ല പുളി വേണ്ടവർക്ക് ഇതിന് ഇച്ചിരി മാങ്ങയും എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ചക്കക്കുരു മാങ്ങ വെക്കാനായിട്ട് ഞാൻ എന്താ മുരിങ്ങക്കായും ചക്കക്കുരും ഇതിന് മാങ്ങാണ്ടി ചേർന്നിട്ട് ഞാൻ കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇച്ചിരി പരിപ്പ് ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ തൃശ്ശൂർക്കാരിയാണ്, അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ചാറ് കറിക്ക് പരിപ്പ് യൂസ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചാറിന് ഒരു വെള്ളം പോലെ കിടക്കത്തില്ല, നല്ല കുറുകുറുപ്പ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം, നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിന് നമുക്ക് പച്ചമുളക്, എരിവിനുള്ള പച്ചമുളക് ഇടാം. പിന്നെ ഞാൻ ഇച്ചിരി മഞ്ഞപ്പൊടി, അതിൻ്റെ കൂടുതൽ ഇച്ചിരി മുളക് പൊടിയും കൂടി ഇടുന്നുണ്ട്. എനിക്ക് ആ മഞ്ഞ കളറിനേക്കാൾ ഈ മുളക് പൊടിയുടെ ചെറിയൊരു കളർ മാറുന്നതാണ് എനിക്കിഷ്ടം, അതുകൊണ്ടാട്ടോ. നിങ്ങൾക്ക് വേണ്ടാത്തവർക്ക് അത് ഇടണമെന്നില്ല. പിന്നെ നമ്മൾ ഉപ്പ് ഇപ്പം ഇടുന്നില്ല. ഉപ്പ് നമുക്ക് പിന്നീട് തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ അതിന് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിത് കുക്കറിനകത്തോട്ടിട്ട് നമുക്കിത് വെന്ത് എടുക്കാം. അപ്പോൾ നമുക്ക് ഈ വെന്ത് ഇത് വരുന്നതിന് മുന്നേ നമുക്ക് തേങ്ങ, ഒരു അരമുറി തേങ്ങ കൂടെ എടുത്ത് ജീരകം കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി അതിനകത്തോട്ട് വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് കേട്ടോ. നേരത്തെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ, വെളുത്തുള്ളി കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ അരയ്ക്കുന്ന സമയത്ത് ജീരകവും തേങ്ങയും കൂടെ നമുക്കിത് അരച്ച് എടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കറിൽ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വെന്ത് വന്നതിലേക്ക് നമ്മൾ അരച്ചിട്ടുള്ള അരപ്പിനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് മാറ്റുവാണ് കേട്ടോ. കുക്കറിൽ നിന്ന് ഞാനിതൊരു കലത്തിലോട്ട് മാറ്റുന്നുണ്ട്. കുക്കർ എപ്പോഴും ആവശ്യമുള്ളതില്ല. അപ്പോൾ നമുക്ക് കുക്കർ നമ്മൾ എപ്പോഴും കറിയായിട്ട് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും വന്നാൽ പിന്നെ അത് മാറ്റാൻ ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ കറി എല്ലായ്പ്പോഴും ഞാൻ അങ്ങനെയാണ്. ചാറ് കറി ആണെങ്കിൽ വെന്ത് കഴിഞ്ഞാൽ എന്തൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടാണ് ഞാൻ പിന്നെ കടുകൊക്കെ പൊട്ടിക്കുന്നത്. അപ്പോൾ ഇത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ആ ഒരു ചാറിൻ്റെ ആ ഒരു കുറുകുറുപ്പ് വരത്തില്ലേ, ആ സമയം വരെ ഒന്ന് തിളപ്പിച്ച് കുറുതാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ ഇത്രയും മതി, കാരണം തണുക്കുമ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് കുറുതായി വരും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ കടുക് പൊട്ടിക്കുന്ന പോലെ തന്നെ നമ്മൾ കടുകും വത്തലമുളകും കറിവേപ്പിലൊക്കെ കൂടെ നമുക്കിതിന് കടുക് പൊട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ രാവിലെ തന്നെ ചാറുകറി തയ്യാറായിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഇതാ നമ്മൾ ഇത് ആവശ്യത്തിനുള്ള ഇതിനകത്ത് ഉലുവയും കടുകും എല്ലാം പൊട്ടിച്ച് നമ്മൾ അച്ചാറിനുള്ള പോലെ തന്നെ എല്ലാം ചെയ്ത് മുളക് പൊടി ഇട്ടിട്ട് ഞാനിത് ചുമ്മാ ഒന്ന് ജസ്റ്റ് ഇതൊന്ന് വഴറ്റി ഒരു മാങ്ങക്കറി പോലെ എടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇച്ചിരി വെള്ളം കൂടി ഉണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് ഒഴിച്ചിട്ട് നമുക്ക് ഇത് ഒരു മാങ്ങക്കറി രൂപത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ രാവിലെ തന്നെ ഇതിൻ്റെ രണ്ട് കറിയെന്ന് തന്നെ പറയും, ഒരു മാങ്ങക്കറിയും ഒരു ചക്കക്കുരു മാങ്ങ മുരിങ്ങക്കായും കൂടിയുള്ള ചാറ് ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.